നമസ്കാരം. നമസ്കാരം. ഉച്ച വരെ ഈ തുണിക്കടയില്, ഉച്ച കഴിഞ്ഞാൽ ബസ് സർവീസിന്റെ ഓഫീസിലെ. അതാ പതിവ് ആൻഡോ പറഞ്ഞേ. അതാ പതിവ്. കാര്യം പറഞ്ഞോളൂ. അതായത് ഇക്കൊല്ലത്തെ ചെറക്കല്ലൂർ പൂരം കൂടുതലൊന്ന് പൊലിപ്പിച്ചാലോ എന്ന് കരുതുക. പൊലിപ്പിച്ചോളൂ. അതിനെന്താ? അല്ലല്ല, പഞ്ചവാദ്യത്തിനും ഗാനമേളക്കൊക്കെ സ്പോൺസർമാരായിണ്ട്. പിന്നെ ആനയുടെ കാര്യത്തിന് ആളായി വരുന്നേ ഉള്ളൂ. വെടിക്കെട്ടും ബാക്കിയുണ്ട്. വിൻസെന്റ് ഏട്ടനെ ഏതാ താല്പര്യം അതങ്ങടാവാം. ഇരിക്ക്. ആയിക്കോട്ടെ. ഈ ആനയും വെടിക്കെട്ടും ഒക്കെ എനിക്ക് പണ്ടേ പേടിയാ. സാധു മൃഗങ്ങളെ പേടിപ്പിക്കുക, വെടിക്കെട്ട് നടത്തിയ ആളെ കൊല്ലുക ഒരു ദൈവത്തിനും ഇഷ്ടമാവില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ചെറക്കല്ലൂർ പൂരത്തിന് എല്ലാ കൊല്ലവും ഒരു എമൗണ്ട് തരാറില്ലേ? അത് മുടങ്ങാതെ വാങ്ങിച്ചോളൂ. അതിന് പകരമായിട്ട് ഷോപ്പിന്റെ ഒരു ഫ്ലെക്സ് പൂരപ്പറമ്പിൽ വെക്കുകയും വേണം. അത് പിന്നെ പതിവാണല്ലോ. ഇക്കൊല്ലം മെയിൻ സ്പോൺസർ ആവുകയാണെങ്കിൽ കടേരെ മാത്രമല്ല വിൻസെന്റ് ഏട്ടനെയും ഒരു അടിപൊളി ഫ്ലെക്സ് വെക്കാം. ഒരാശംസാ ഫ്ലെക്സ് തിരുമാതേതരത്തും കൂടി ആവുമല്ലോ. കുറെ കാശുണ്ടാകുമ്പോൾ ആൾക്കാരെന്താ എന്നെ ബഹുമാനിക്കാത്തതെന്ന് വേവലാതിപ്പെട്ട് അതിനുവേണ്ടി കാശിറക്കുന്ന കുറെ വേദനിക്കുന്ന കോടീശ്വരന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. എങ്കിൽ വിൻസെന്റിന് ആ വേവലാതി ഇല്ല. ഇല്ലല്ലേ? ഞാനേ പ്രാഞ്ചിയേട്ടനല്ല, എനിക്കൊരു പത്മശ്രീയും വേണ്ട. ആൻഡോ പതിവ് കൊടുത്തരാം. പൂരപ്പറമ്പിൽ ഫ്ലെക്സ് നോക്കാൻ മറക്കണ്ട. നടക്കുമല്ലേ? ഇനി ഇതൊന്ന് ട്രൈ ചെയ്തേ. ഫുട്ബോൾ പ്ലേസ് ഒക്കെ ചെയ്യുന്ന സ്ലോ വാക്ക് ആൻഡ് സ്ട്രെച്ച്. ഞാനാ? പിന്നല്ലാതെ ആരെയും കണ്ടാ എന്താ വിചാരിക്കടാ? അങ്ങനെ ചെയ്യപ്പാ. വെറുതെ നടന്നാലൊന്നും കൊളസ്ട്രോൾ കുറയില്ല. മേലനങ്ങണം. നോക്കി നമുക്ക് ലെഗ് സ്ട്രെച്ച് ചെയ്യാം. ഇതൊന്ന് ഹോൾഡ് ചെയ്യും. മറ്റേ കാൽ ഫുൾ ടൈം ആക്റ്റീവ്. ലഞ്ചസ്. ഉദ്ഘാടന ദിവസം ഇത്രയും മതി. പെട്ടെന്ന് പതിവില്ലാത്ത ചെയ്തു കഴിഞ്ഞാലേ ബോഡി ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. എന്ത് കൺഫ്യൂഷൻ? അപ്പനെങ്കിൽ ഉത്തരവാദിത്വം ഇല്ലാണ്ടാവരുത്. ഉത്തരവാദിത്വം ആരായി പറയുന്നത്? അപ്പന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിലെങ്കിലും എനിക്ക് എത്ര ഉത്തരവാദിത്വം ഉണ്ട്. പിതൃസ്നേഹം കരകവിഞ്ഞൊഴുകുന്നുണ്ടല്ലോ. എന്താ ആവശ്യം? എന്താവശ്യം? അപ്പാ, എനിക്ക് അപ്പനോടുള്ള സ്നേഹം 916 ഗോൾഡ് ആയിരുന്നു. അപ്പൻ എന്തെങ്കിലും തിരിച്ചറിയും. വാല് വെക്കാതെ കാര്യം പറഞ്ഞിട്ട് പോടാ. ഇതിപ്പോ വിൻസെന്റ് സാർ അല്ലേ? അതെ. സാറിന്റെ ഷോപ്പിൽ ഞാൻ സ്ഥിരം കസ്റ്റമറാ. ആണോ? എന്ത് ചെയ്യുന്നു? ഞാൻ ടീച്ചറാ. സാറിന്റെ മക്കളൊക്കെ ഏത് സ്കൂളിലാ? മക്കള് ഈ ദേവമാത നല്ല സ്കൂളാ. റെസ്റ്റ് എടുത്താ മതി. വന്നേ. സാറിന്റെ ബ്രദറാണോ? സാറിന്റെ 4 മക്കളിൽ 3ാമത്തെ മകനാ. മൂത്ത മോക്ക് 2 പേരക്കുട്ടികളുണ്ട്. ഏർലി മാരേജാ. ഓ, ഹാവ് എ ഗുഡ് ഡേ. ഏർലി മാരേജ്. വന്നേ. നിനക്കെന്താ ഒരു കുശുമ്പ്? പിന്നെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ അടുത്ത് വന്നിരിക്കുമ്പോൾ നിന്റെ അമ്മച്ചിയെ മിസ് ചെയ്യാറുണ്ടെന്നുള്ള നേരാ. പക്ഷെ അവള് മരിച്ചിട്ട് 24 കൊല്ലം കഴിഞ്ഞിട്ടും നിന്റെ അപ്പം വേറെ കെട്ടാതിരുന്നതേ നല്ല വിൽ പവർ ഉള്ളതുകൊണ്ടാണ്. അതിപ്പോ ഒരു പെൺകുട്ടി ചിരിച്ചു കാണിച്ചാൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നിട്ടാണ് ഈ വയർ ഉള്ളിലേക്ക് കുടിച്ച് ശ്വാസം വിടാതിരുന്നത്. എപ്പോ? ഞാൻ കണ്ടു. നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ മറിയാമ്മേടാ. നിന്റെ കൂടെ സ്കൂളിൽ പഠിച്ച ടി സി മറിയാമ്മ. നീ ഇപ്പോഴും നല്ല സിമിട്ടനായിട്ട് നടക്കുന്നു. ഞാനാണെങ്കിൽ 100,000 സൂക്കേടും കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുക. കാലിന് എന്ത് പറ്റി? അത് പ്രായത്തിന്റെ തന്നെ, അല്ലാണ്ടെന്താ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കൂടെ പഠിച്ചവരെയൊക്കെ കാണാറുണ്ടോ? ചിലരൊക്കെ ബാക്കിയുണ്ട്. സെബാസ്റ്റ്യൻ കഴിഞ്ഞൊല്ലം മരിച്ചു. ഏത്? നമ്മുടെ പോലീസുകാരന്റെ മോൻ സെബാസ്റ്റ്യനോ? അത് തന്നെ. എങ്ങനെ? പ്രായമായ പിന്നെ ആളുകൾ മരിക്കൂലേ? രാജപ്പനും ക്ലാരമ്മയും മരിച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞ്. അടുത്തത് ഞാനാണോ നീയാണോ എന്ന് ആർക്കറിയാം. സ്വന്തം കാര്യം പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ശരി. അയ്യോ, അതെന്ത് പോകാടാ. നമുക്ക് ഇത് വർത്താനൊക്കെ പറഞ്ഞിരിക്കും. എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. എന്നാ ഞാൻ വീട്ടിലോട്ട് വരാം. ഞാനൊരു ടൂർ പോവാ. 6 മാസം കഴിഞ്ഞേ വരൂ. ബൈ. വലിയ ചിരി വേണ്ട കേട്ടോ. അപ്പൊ ഈ ക്ലാസ്മെന്റിനെ കണ്ടപ്പോ അപ്പൻ അമ്മച്ചിയെ മിസ് ആവുന്നില്ലേ? അതേടാ, മിസ് ആവുന്നുണ്ട്. നിന്റെ അമ്മച്ചിയല്ലേ എന്റെ അമ്മച്ചിയെ. അപ്പാ, ഇന്നാൾ അപ്പൻ എൻ്റെ കൂടെ കണ്ടപ്പോ എൻ്റെ ഒരു ഫ്രണ്ടും ആ പെൺകുട്ടി വെച്ച് അതേ ചോദ്യം ചോദിച്ചു. എന്ത് ചോദ്യം? ബ്രദേഴ്സ് ആണോന്ന്. സത്യത്തിൽ അങ്ങനെയല്ലേ തോന്നൂ. അപ്പൻ എവർഗ്രീൻ ഹീറോ അല്ലേ അപ്പാ? മോനെ ജോമോനെ, കം ടു ദ പോയിന്റ്. അല്ല, ഞാൻ ഈ പെട്രോളിന്റെ വിലേനെ പറ്റി ഓർക്കായിരുന്നു. ഈ എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ ഓടുന്നതുകൊണ്ട് ഒരു ദിവസം കാറിൽ എത്ര കൂടെ പെട്രോൾ അടിക്കുന്നു. ഓ, അപ്പന്റെ കാശ് കളയുന്നതിന്റെ തെണ്ണം. ബസ്സിലോ നടന്നോ പോയാ പോരെ? അതല്ല, ഒരു ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ ചെറിയ ഓട്ടത്തിനൊക്കെ അത് മതിയായിരുന്നു. ബൈക്കോ? ബൈക്കൊന്നും വേണ്ട, അതൊക്കെ റിസ്കാ. അല്ല, ഈ പെട്രോളിന്റെ വില അത് ഞാൻ സഹിച്ചു. ഏതായാലും ബൈക്ക് വേണ്ട. ഇങ്ങോട്ട്
मैं दूंगा सेटा അങ്ങനെ ഇപ്പം നീ തൂങ്ങണ്ട, സേട്ടൻ തൂങ്ങിക്കോളാം കേട്ടോ കോയിരാള. എൻ്റെ അമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ എങ്കിൽ ഷർട്ട് അവള് തേച്ച് തരുമായിരുന്നു, അല്ലാണ്ട് എന്താ? അതല്ല, ഒരു ബൈക്കിനപ്പനോട് ഇങ്ങനെ കെഞ്ചേണ്ടി വരില്ലായിരുന്നു. നീ അതിനിയും വിട്ടില്ലേ? ഞാനത് അപ്പോഴേ വിട്ടു. എൻ്റെ പഠിത്തം കഴിഞ്ഞ് ഞാനൊരു നല്ല നിലയിലായ പിന്നെ അപ്പം കൊതിക്കും. എന്ത് കൊതിക്കും? എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് എൻ്റെ മോൻ അപ്പൻ്റെ അടുത്തൊന്നൊന്ന് കെഞ്ചിയിരുന്നെങ്കിലും ഒന്ന് അപ്പം കൊതിക്കും. അതിനുള്ള യോഗം എനിക്കുണ്ടാവും തോന്നുന്നില്ലടാ. എടാ ബൈക്ക് ഡേഞ്ചറാടാ. ശരി, ഇനി അതില്ലാഞ്ഞിട്ട് വേണ്ട, ഹെൽമെറ്റ് ഒക്കെ വെച്ച് സൂക്ഷിച്ചോടിക്കണം. താങ്ക് യു അപ്പാ. അതൊക്കെ നമ്മുടെ പാലക്കര സണ്ണിയില്ലേ, ആ. ബൈക്കിന്റെ ഒക്കെ ഡീലർ, അവിടെ പോയി മേടിച്ചു. എന്താ കാശ് കാശ് നിന്റെ തരില്ല, ബില്ല് ഓഫീസിലേക്ക് കൊടുത്തേക്കാൻ പറഞ്ഞാൽ മതി. സണ്ണിയെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. എന്താ അത് പോരെ? അത് മതി, അത് മതി. ആ. അതാവുമ്പോ നല്ല ബ്രാൻഡും ഉണ്ടാവും. അപ്പാ, എന്താടാ? അപ്പനാണപ്പാ ലോകത്തിലെ ഏറ്റവും നല്ല അപ്പൻ. പോടാ കഴുതേ. 25,000 പ്ലസ് 30,000 പ്ലസ് ജോർജേ, ഇപ്പൊ ഒരു ബൈക്കിനൊക്കെ എന്ത് വില വരും? സാധാരണ ഒരു ബൈക്ക് വെച്ചെങ്കിൽ 60-70 ആ റേഞ്ചിൽ വരും. ഇനിയിപ്പോ ബുള്ളറ്റ് വെച്ചെങ്കിൽ 1.5 ലക്ഷത്തിന്റെ മേലെയാവും. അയ്യോ, ഇനി അവൻ പോയിട്ട് ബുള്ളറ്റ് എങ്ങനെ വാങ്ങിക്കൊണ്ട് വരുമോ? സാറ് ഈ ലോകത്തൊന്നല്ലേ ജീവിക്കണത്. ഇതാ പാലക്കലെ സണ്ണി സാറിന്റെ ഓഫീസിൽ നിന്ന് തന്ന ബില്ല. ഒരു ബൈക്കിന് 18 ലക്ഷം രൂപയോ? It's time to wonder, make you feel the thunder. This new trendsetter, jump, it's better. Who that? Who that? Who that? Never gonna get a watch and play. Who that? Who that? Who that? Who that? Who that? Who that? Bring us some of your spark and a grin. Who that? Who that? Who that? എങ്ങനെയുണ്ടപ്പാ? സൂപ്പർ അല്ലേ? പിന്നെ അപ്പൻ്റെ മാതിരി ഞാൻ നമ്പർ പ്ലേറ്റ് ഒന്നും കാശുകളില്ല കേട്ടോ. നമ്പറിന് നീ ഉള്ളപ്പോ എന്തിനാടാ വേറെ നമ്പർ? ആരോട് ചോദിച്ചിട്ടാടാ നീ 18 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിച്ചത്? അപ്പൻ അങ്ങനെ മാത്രം പറയരുത്. അപ്പനോട് ഞാൻ പറഞ്ഞതല്ലേ നല്ല തന്നെ നോക്കി വാങ്ങാമെന്ന്. നല്ലതെന്ന് പറഞ്ഞാൽ 18 ലക്ഷം രൂപയുടെ ബൈക്കാണോ? അപ്പാ, അപ്പൻ ഏത് പാതിരാക്കും പറയാറുള്ളതല്ലേ അന്തസ് വേണോടാ അന്തസ്ന്ന്. അപ്പം മേഴ്സറീസ് ബെൻസ് ഓടിക്കുന്ന അന്തസ്സിനല്ലേ. ആ അപ്പൻ്റെ മോൻ സാധാ ബൈക്ക് ഓടിച്ചാ അപ്പൻ്റെ അന്തസ്സിൽ ഇല്ലാണ്ടാവണേ. അപ്പൻ്റെ അന്തസ്സിന് കോട്ടം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല, എന്നെ നിർബന്ധിക്കരുത്. വെരി സോറി. 18 ലക്ഷത്തിന്റെ ബൈക്ക് വാങ്ങിയ സ്ഥിതിക്ക് ഇവന്റെ കാർ ഞാൻ എടുത്തോളാപ്പാ. എന്നാലേ അന്തസ് ബാലൻസ് ആവും. സ്വത്ത് ഭാഗം വെക്കുമ്പം ഈ കിടക്കുന്ന അന്തസ്സിന്റെ വില കുറച്ച് കൊടുത്താൽ മതി ട്ടാ. നിന്നെ കെട്ടിക്കുമ്പോഴും എൻ്റെ അപ്പൻ അന്തസ്സിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. ഇനി എന്നെ കെട്ടിക്കുമ്പോൾ അപ്പൻ അതിനേക്കാൾ അന്തസ് തിരിച്ചു പിടിക്കുകയും ചെയ്യും. അല്ലപ്പാ? നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ഐശ്വര്യങ്ങളും വാരി കോരി തരുമ്പോ കണ്ണ് തട്ടാതിരിക്കാൻ ഇങ്ങനെ ഒരു കോടാലിയും കൂടെ ദൈവം തരും. നിന്റെ കാളകളി ഇന്നത്തോടെ ഞാൻ നിർത്തും. ഇനി നിന്റെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കും, നീ അനുസരിക്കും. മനസ്സിലായോ? ഓ, നാളെ മുതൽ ബസ് സർവീസിന്റെ ചുമതല നിനക്കാ. ഓഫീസിൽ പോയി അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കണം. രാത്രിയിൽ എല്ലാ ബസിന്റെയും കണക്കുകളും കളക്ഷനും എന്നെ നേരിട്ട് ഏൽപ്പിച്ച് ബോധിപ്പിച്ചിട്ടേ നിന്നെ ഞാൻ ഉറക്കൂ. മനസ്സിലായടാ കഴുതേ? അല്ലപ്പാ, എൻ്റെ എക്സാം അതിന്റെ കുറെ പ്രിപ്പറേഷൻസ്. എന്ത് പറഞ്ഞാലും ഇവന്റെ ഒരു പ്രിപ്പറേഷൻ. നിന്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് കുറെ കാലായില്ലടാ. ഇനി അപ്പം പറയുന്നത് കേക്ക്. ശരി അളിയാ. അപ്പാ, സ്റ്റിൽ ഐ ലവ് യു.